പുനലൂർ ആളുകേറാമല കൊലപാതകത്തിന്റെ അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് 2025 സെപ്റ്റംബർ 23-നാണ് മുക്കടവ് ആളുകേറാമലയിൽ റബ്ബർ തോട്ടത്തിൽ ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെത്തിയത്. പ്രതിയെന്ന് ആദ്യം സംശയിച്ച അനിക്കുട്ടന്റെ മൃതദേഹമാണ് ആളുകേറാമലയിൽ കണ്ടെത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ. എന്നാൽ ഇക്കാര്യങ്ങളിലും ദുരൂഹതയുണ്ട്. വിവരങ്ങളുമായി മനോജ് അപ്പുക്കുട്ടൻ ചേരുന്നുണ്ട്. മനോജ്, ഏകദേശം ഈ ആളുകേറാമല കൊലപാതകം നടന്ന് ഇപ്പോൾ മാസങ്ങൾ പിന്നിടുന്നു. 10 മാസത്തോളമാകുന്നു. യാതൊരു സൂചനയുമില്ല. അതിനിടെ ചില CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. പക്ഷെ അവിടെയും ഈ പ്രതിയിലേക്ക് എത്താൻ കഴിയുന്ന രീതിയിലുള്ള യാതൊരു തുമ്പും ലഭിച്ചില്ല. ഈ കൊല്ലപ്പെട്ടത് ആരാണെന്ന കാര്യത്തിലൊരു വ്യക്തത വരുത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? മാത്രമല്ല, ക്രൈംബ്രാഞ്ച് ഈ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ വലിയ വെല്ലുവിളികളുണ്ടോ? പ്രത്യേകിച്ചും ഈ പോലീസ് ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു തെളിവും പോലീസിന് ലഭിക്കാത്തൊരു കേസ് കൂടിയാണല്ലോ. 2025 സെപ്റ്റംബർ 23-നാണ് പുനലൂർ പത്തനാപുരം പാതയിൽ മുക്കടവ് ആളുകേറാമല എന്ന് പറയുന്ന ഒരു ചെങ്കുത്തായ മലയുടെ മുകളിൽ മൃതശരീരം കാണപ്പെടുന്നത്. അത് കൈയും കാലും ചങ്ങലയിൽ ബന്ധിച്ച് ഒരു റബ്ബർ മരത്തിൽ ചുറ്റി താഴിട്ട് പൂട്ടിയ നിലയിലായിരുന്നു ഈ മൃതശരീരം ഉണ്ടായിരുന്നത്. അന്ന് പോലീസ് നടത്തിയ അന്വേഷണം വളരെ രസകരമായ രീതിയിലാണ് അവർ അവസാനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പ്രദേശവാസികളുടെയും പൊതുപ്രവർത്തകരുടെയും ഇടപെടലിലൂടെ ഇത് ക്രൈംബ്രാഞ്ചിന് കൈമാറേണ്ട സാഹചര്യം ഉണ്ടായത്. ക്രൈംബ്രാഞ്ച് ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് ഏറ്റെടുക്കുന്നത് എന്ന് തന്നെ വേണം പറയാം. കാരണം മരിച്ചത് ആരാണെന്ന് ഇതുവരെയും അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. നിലവിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ മൃതശരീരം കണ്ടതിന് തൊട്ട് അടുത്തുള്ള ഒരു പമ്പിൽ നിന്നും കന്നാസിൽ പെട്രോൾ വാങ്ങിക്കുന്ന ഒരാളുടെ ചിത്രമാണ് പോലീസ് പ്രതി എന്ന നിലയിൽ കണ്ടെത്തുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തത്. ഇദ്ദേഹത്തിന്റെ ലുക്കൌട്ട് നോട്ടീസ് വരെ പോലീസ് പുറപ്പെടുവിച്ചിരുന്നു. ആലപ്പുഴ താമരക്കുളം വില്ലേജിൽ ചേറ്റാരിക്കൽ ക്ഷേത്രത്തിന് സമീപം വേടരിപ്ലാവിൽ 46 വയസ്സുള്ള പാപ്പർ എന്ന് വിളിക്കുന്ന അനിക്കുട്ടനാണ് ഇതിലെ പ്രതി എന്ന നിലയിലായിരുന്നു പോലീസ് അന്വേഷണം ആരംഭിക്കുകയും പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്ക് വരെ വ്യാപിപ്പിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ പിന്നീട് ഒരു സാഹചര്യത്തിൽ പോലീസ് പറയുന്നത് ഈ പ്രതി എന്ന് സംശയിച്ച ആള് തന്നെയാണ് മരിച്ചു കിടക്കുന്നത്. DNA പരിശോധനയിൽ അങ്ങനെയാണ് കണ്ടെത്താൻ കഴിഞ്ഞത് എന്നാണ് പോലീസ് പറഞ്ഞത്. ഇത് തന്നെ വളരെ പ്രതിഷേധത്തിന് ഇട നൽകുകയുണ്ടായി. വളരെയധികം കോലാഹലങ്ങൾ ഉണ്ടായ ഒരു സംഭവമാണ്. അങ്ങനെ സംശയത്തിന് ഇട നൽകാൻ കാരണം നമ്മൾ ഈ കണ്ടെത്തിയ ആ ഡെഡ് ബോഡിയിൽ ഇടത് കാല് വൈകല്യം മൂലം ശോഷിച്ച നിലയിലായിരുന്നു കാണപ്പെട്ടത്. എന്നാൽ പോലീസ് ലുക്കൌട്ട് നോട്ടീസിലൂടെ കാണിച്ച അനിക്കുട്ടന്റെ 2 കാലുകൾക്കും ഒരു കുഴപ്പവുമില്ല. അത് നമുക്ക് അവർ പ്രസിദ്ധീകരിച്ച ചിത്രങ്ങളിൽ നിന്നും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കാലുകൾക്ക് ഒരു കുഴപ്പം. ഈ വൈരുദ്ധ്യമാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാവുകയും പ്രതിഷേധത്തിന് ഇടയാവുകയും ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് ജനങ്ങൾ രംഗത്തെത്താൻ കാരണമാവുകയും ചെയ്തത്. ആ ഒരു സാഹചര്യം നിലനിൽക്കെയാണ് ഇപ്പോൾ സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറിയതായുള്ള അറിയിപ്പ് വരുന്നത്. ഏറെ വിവാദം തീർക്കുകയും ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിൽ ഒരു കൊലപാതകം നടന്നിട്ടില്ല എന്ന് തന്നെ പറയാം. വളരെ വൈകൃതമായ നിലയിൽ ഒരു കൊലപാതകമായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഏകദേശം 45-നും 50-നും വയസ്സിനിടയ്ക്ക് പ്രായമുള്ള ഒരാണാണ് മരിച്ചതെന്നും നെഞ്ചിനേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നും കണ്ടെത്തിയിരുന്നു. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലൂടെ കൂടിയാണ് പോലീസ് അന്വേഷണം ഭാവിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ അന്വേഷണം എങ്ങും എത്താത്ത ഒരു സാഹചര്യമാണ്. പ്രതി ആരാണെന്നോ മരിച്ചതാരാണെന്നോ കണ്ടെത്താൻ സാധിക്കും. പോലീസ് പറഞ്ഞതനുസരിച്ച് പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ വാങ്ങിയ ആളാണ്. വ്യക്തമാണ്. മനോജിലേക്ക് എത്താം. അതിനു മുൻപ് ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അതായത് ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം, ക്രൈംബ്രാഞ്ച് ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ ഈ കേസ് തെളിയുമോ? കേസ് അവർക്ക് മുന്നിൽ വലിയ വെല്ലുവിളികളുണ്ട്. കാരണം ഏകദേശം 8 മാസത്തോളം പൂർത്തിയാകുന്നു ഈ സംഭവം നടന്നിട്ട്. മരിച്ചതാരെന്ന കാര്യത്തിൽ പോലും ഒരു വ്യക്തത വരാൻ കഴിയാത്തൊരു കേസാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയായിരിക്കും ക്രൈംബ്രാഞ്ചിന് മുന്നിലുള്ള വെല്ലുവിളി? ഇതിലേക്ക് എത്താം. ഒരു പരിചയനല്ലാത്ത ഒരാൾ ഈ സംഭവം അറിഞ്ഞോ എന്ന് അന്വേഷിച്ച് വരുമ്പോഴാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത്. അങ്ങനെ നാട്ടിലുള്ള നമ്മുടെ അയൽവക്കക്കാരടുത്തും നാട്ടിലെ പൊതുപ്രവർത്തകർക്കും
മെമ്പറോടൊക്കെ ആ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ആർക്കും ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. അങ്ങനെയാണ് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തുന്നത്. ഇന്നൊരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ വളരെ വേഗത്തിൽ ഈ സംഭവം കണ്ടെത്തുകയും പോലീസ് കണ്ടെത്തുകയും, എന്നാൽ ഇത് കണ്ടെത്തിയതിനു ശേഷം ഇതൊരു കൊടും ക്രൂരകൃത്യമാണ് നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ മരണപ്പെട്ട് കിടന്ന ആളിനെ, കൊലപാതകത്തിനിരയായി കിടന്ന ആളിന്റെ കാലിന് വൈകല്യമുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇൻക്വസ്റ്റിലുമൊക്കെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മരണപ്പെട്ടത് ആരാണെന്ന് കണ്ടെത്തുവാനോ കൊല ചെയ്തത് ആരാണെന്ന്, പ്രതി ഏതാണെന്ന് കണ്ടെത്തുവാനോ ഈ പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ഒരു ഘട്ടത്തിൽ അറിയുന്നത് മരണപ്പെട്ട കൊല ചെയ്യപ്പെട്ട ആള്, കൊലപാതകി ഇന്നയാളാണെന്ന് പറഞ്ഞൊരു ചിത്രം പ്രസിദ്ധീകരിച്ചു പോലീസ് തന്നെ. എന്നാൽ ആഴ്ചകളോളം ഈ ചിത്രവുമായി അവർ അന്വേഷണവുമായി മുന്നോട്ട് പോയെങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് ഈ അന്വേഷണം എങ്ങും എത്തില്ല, ആ മരണപ്പെട്ട ആളിന്റെ ചിത്രമാണ് ഇതെന്ന് പോലീസ് വരുത്തി തീർത്ത് ഈ കേസ് അവസാനിപ്പിക്കുവാനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. മനോജ് അപ്പുക്കുട്ടനിലേക്ക് വീണ്ടും. മനോജ്, വലിയ പ്രതിഷേധം, അമർഷം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ട്. കാരണം ഇത് പോലീസിന്റെ ഭാഗത്ത് അന്വേഷണത്തിൽ വലിയ വീഴ്ച സംഭവിച്ചിരുന്നോ? ഇത് കൃത്യമായും നിരവധി CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു. പ്രത്യേകിച്ച് ഇതൊരു വിജനമായിട്ടുള്ള പ്രദേശമാണ്. ഇവിടേക്ക് എങ്ങനെയാണ് ഈ ആളെ കൊണ്ടുവരാൻ കഴിഞ്ഞത്? ഇവിടെ നിന്നും അവിടെ വെച്ച് കൊല നടത്തുന്നു, മൃതദേഹം കത്തിക്കുന്നു. അത്രയും ക്രൂരമായി നടത്തിയൊരു കൊലപാതകമാണ്. സ്വാഭാവികമായും ഈ കൊലയാളി ആരെന്ന് കണ്ടെത്തണം. ഇപ്പോഴും കാണാമറയത്താണ്. പോലീസിന്റെ അന്വേഷണം പൂർണ്ണമായും തൃപ്തികരമല്ല എന്ന് പറയാൻ സാധിക്കില്ല. പോലീസ് മരിച്ചത് ആരാണെന്ന് കണ്ടെത്താൻ കഴിയാതെ തൃശങ്കു സ്വർഗത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ആരാണെന്ന് കണ്ടെത്താൻ ഈ ഇടതുകാലിന് വൈകല്യമുള്ള ഒരാള് ഈ സംസ്ഥാനത്തോ അന്യ സംസ്ഥാനത്തോ മിസ്സിംഗ് ഉണ്ടോ എന്നുള്ള അന്വേഷണമാണ് പോലീസ് ആദ്യം നടത്തിയത്. പക്ഷെ അത്തരത്തിൽ പോലീസ് സ്റ്റേഷനുകളിൽ മിസ്സിംഗ് കേസുകളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പോലീസിന് മനസ്സിലാക്കുകയും അപ്പോൾ പിന്നീട് ഈ ഏതെങ്കിലും വാഹനത്തിൽ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വന്ന് ഈ കൊലപാതകം നടന്ന ആ മലയുടെ തൊട്ടു താഴ്വശത്ത് ഒരു ചെറിയ തോടുണ്ട്. രാത്രി വലിയ വാഹനങ്ങളൊക്കെ വന്ന് നിർത്തി അവര് കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇടം കൂടിയാണ്. അങ്ങനെ ഏതെങ്കിലും വാഹനത്തിൽ വന്നിറങ്ങിയതാണോ എന്ന് പോലീസ് അന്വേഷണം നടത്തി. പക്ഷേ ഈ അന്വേഷണത്തിനെല്ലാം വഴിമുട്ടുന്ന സാഹചര്യം ഇവിടെ ഒരു കിലോമീറ്റർ ചുറ്റളവിലെങ്ങും ഒരു CC ക്യാമറ പോലും ഇല്ല എന്നുള്ളതാണ്. അത് കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം. അത് മാത്രമല്ല, ഈ കൊലപാതകം നടന്ന ഇടതുകാലിന് വൈകല്യമുള്ള ഒരാളാണ്. ചെങ്കുത്തായ ഒരു മലയാണ്. ഈ മലയുടെ മുകളിൽ ഈ മൃതശരീരം കിടന്ന സ്ഥലത്ത് എത്തിച്ചെല്ലുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ ഭാരിച്ച ജോലിയാണ്. അങ്ങനെ ഇടതുകാലിന് സ്വാധീനമില്ലാത്ത ഈ ആള് എങ്ങനെ മലയുടെ മുകളിൽ എത്തപ്പെട്ടു? അഥവാ ഇദ്ദേഹത്തിനെ കൊന്നതിന് ശേഷം കൊണ്ടുപോയതാണെങ്കിൽ വലിയ ഒരു കൂട്ടമില്ലാതെ ആ മുകളിലേക്ക് ഇത് എടുത്തുകൊണ്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിലുള്ള വലിയ വിശകലനങ്ങളൊക്കെ പോലീസ് നടത്തി. അവര് ആദ്യമേ ഈ ചങ്ങല സാധാരണ ആനയ്ക്ക് ഉപയോഗിക്കുന്ന തരത്തിലുള്ള വലിയ ഒരു ചങ്ങലയാണ്. അങ്ങനെ സമീപത്തുള്ള ആനകളിലെ ഉള്ള എല്ലാ വീടുകളിലും മില്ലുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ചങ്ങല നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊരു അന്വേഷണം നടത്തി. അതൊന്നും കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അപ്പോൾ അന്വേഷണം നിലവിൽ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതും ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം പല വഴിക്ക് തിരികുകയും ചെയ്യുന്നത്. പിന്നീട് വന്ന ഉദ്യോഗസ്ഥരാണ് ഇത് DNA പരിശോധനയിൽ ഈ പ്രതി എന്ന് സംശയിച്ച ആളുടെ തന്നെ മൃതശരീരമാണ് എന്നുള്ള നിലയിൽ ഒരു പ്രസ്താവന ഇറക്കുന്നത്. ഇത് ഏറെ വിവാദങ്ങൾക്ക് ഇട നൽകുകയും അങ്ങനെ ഇലക്ഷൻ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയും യാതൊരു അന്വേഷണ പുരോഗതിയും ഇല്ലാതിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഈ സംസ്ഥാന ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ട പൊതുപ്രവർത്തകര് ഇത് ഫോളോ ചെയ്തു, നിരന്തരം ഫോളോ ചെയ്ത് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് അവസാനം ഈ കേസ് കൈമാറുകയായിരുന്നു. സംസ്ഥാന ക്രൈംബ്രാഞ്ചാണ് ഇനി മുതൽ ഈ കേസ് അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന ക്രൈംബ്രാഞ്ചിനും ഈ മരിച്ചത് ആരെ എന്ന് കണ്ടെത്തുന്നത് ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിക്കാൻ എത്തുമ്പോൾ കേസ് തെളിയിക്കപ്പെടുമോ? അതാണ് അറിയേണ്ടത്. വലിയ വെല്ലുവിളികൾ ക്രൈംബ്രാഞ്ചിന് മുന്നിലുണ്ട്. എന്തായാലും പോലീസ് മാസങ്ങളോളം അന്വേഷിച്ച കേസാണ്. ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും പ്രതിയിലേക്ക് എത്താൻ ക്രൈംബ്രാഞ്ചിന് കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.